എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കാലങ്ങൾ പഴക്കമുള്ളൊരു വീഡിയോ ആയിട്ടാണ്. എന്ന് വെച്ചാൽ വർഷങ്ങൾ പഴക്കമുള്ള വീഡിയോ ഒന്നുമല്ല, കുറച്ച് മാസങ്ങൾ പഴക്കമുള്ള വീഡിയോ. എനിക്ക് മടിയായിട്ട് എഡിറ്റ് ചെയ്യാതെ വെച്ചിരുന്നൊരു വീഡിയോ ആണ്. ഇത് മാത്രമല്ല, 1-2 വീഡിയോസും കൂടി ഉണ്ട്. അത് വഴിയേ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. എന്നുവെച്ചാൽ മടി മാത്രമല്ല, സമയമില്ലായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എപ്പോൾ എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരിയിൽ എടുത്തതാണ്. എൻ്റെ പള്ളിപ്പെരുന്നാൾ, പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുവരെ എന്ത് കോഴ്സാണ് ഞാൻ പഠിക്കുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പഠിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി B2-ലെത്തി. A1ഉം A2ഉം B1ഉം ഒക്കെ എങ്ങനെയൊക്കെയോ പാസ്സായി പോയി. ഞാൻ പഠിക്കുന്നത് തൃശ്ശൂരാണ്. ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഷോൺസ്റ്റാൻഡ് ലാംഗ്വേജ് അക്കാഡമി എന്നാണ്, SLA. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വീഡിയോ ഒരുപാട് ഡിലേ ആക്കിയതിന് ഐ എം റിയലി സോറി ഗൈസ്. സത്യം പറയാലോ, എനിക്ക് മടിയായതുകൊണ്ട്. ഞാൻ കള്ളത്തരമൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാത്തത്. എടുക്കാൻ എനിക്ക് മടിയൊന്നുമില്ല, പക്ഷേ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇനി ലാഗാവാൻ സാധ്യതയുണ്ട്. സോറി ഗൈസ്. എന്നാലും ഞാൻ മാക്സിമം സ്പീഡിലിടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ട് വാ. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ മുക്കത്തേക്കാണ് ബസ് കയറിയിരിക്കുന്നത്. ഇനി മുക്കത്തെത്തി കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള ബസ് കയറണം. അതുവരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുവരെ നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ മുക്കത്തു നിന്ന് വീട്ടിലേക്കുള്ള ബസ് കയറി ഇപ്പോൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗൈസ്, ഞാനങ്ങനെ വീട്ടിലെത്തി. ഹലോ ഗൈസ്, ഇന്നലെ വന്നു കഴിഞ്ഞ് പിന്നെ എനിക്കൊന്ന് വീഡിയോ എടുക്കാനുള്ള ശേഷിയില്ലായിരുന്നു. ഞാൻ അപ്പം തന്നെ വന്നു, കുറച്ച് ഫുഡ് കഴിച്ചു, അപ്പം തന്നെ കയറി കിടന്നുറങ്ങി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് എണീക്കുന്നത്. ഇപ്പം ഏകദേശം സമയം 10 മണിയായി. കുറച്ച് ഇന്നലെ വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിനേക്കാൻ വൈകി. ഞാനിപ്പോൾ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പെരുന്നാളല്ലാതെ വേറൊരു ഇച്ചിരി പരിപാടിയും കൂടി ഉണ്ട്. അതായത് എൻ്റെ പപ്പയുടെ, എനിക്കറിഞ്ഞൂടാ, എന്തായാലും ഒരാൾ മാമൂദിസ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോവാം. അപ്പോൾ അതുകൂടി കാണിച്ചു തരാമെന്ന് കരുതി. അപ്പം നമുക്ക് മാമൂദിസയ്ക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാനിത് റെഡിയായി. ഇപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ പള്ളിയിലേക്കാണ് വന്നത്. പിന്നെ പള്ളിയിൽ നിന്ന് ഇവരുടെ കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ മാമുദീസയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഗൈസ്. നിങ്ങളെ ഞാനൊരു സാധനം കാണിച്ചു തരാം. ദേ ഗൈസ്, പുൽക്കൂട് നല്ല അടിപൊളിയായിട്ടില്ലേ? എനിക്കിഷ്ടപ്പെട്ടു. ഒരുപാട് വലിയ സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും കൊള്ളാം, രസമുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ തിരിച്ച് നേരെ കാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പയുടെ ഫ്രണ്ട്സിനോട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അധികം ഇവിടെ അറിയാവുന്ന ആൾക്കാരില്ല. അപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും നല്ലത് കാറിൽ പോയിരിക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ച് കാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ചധികം നേരമായി ഗൈസ് ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല രീതിയിൽ ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഈ ഡോറൊന്ന് തുറന്നിടാം അല്ലേ? നല്ല ചൂടെടുക്കുന്നുണ്ട്. ഡാഡി എവിടെയാണോ എന്തോ കാണാനില്ല. ദേ നോക്കൂ ഗൈസ്, ഇതാരാന്ന്?
വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് ഗെയ്സ്. ഹി ഹി ഹി. അങ്ങനെ കുറച്ച് നേരം കണ്ണാടിയിലൊക്കെ നോക്കി ഫോണൊക്കെ തോണ്ടിയിരുന്നപ്പോഴത്തേക്കും പപ്പ വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്. ഇതേ ഗൈസ് ഈ കൊച്ചിൻ്റെയാണ് മാമോദീസ. അപ്പോൾ ഇതേ ഗൈസ് സ്റ്റേജ്. അതെ അവിടെ കേക്കൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ് ഫുഡ് കിട്ടാൻ. അവർ വന്നാലേ ഫുഡ് കൊടുക്കാൻ തുടങ്ങുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞങ്ങളൊരു ടേബിളൊക്കെ പിടിച്ചിവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, അത്തപ്പൂക്കളിട്ട് വെച്ച പോലെ കുപ്പി നിർത്തി വെച്ചേക്കുന്നത് ബൊഫയാണ് ഗൈസ്. അപ്പോൾ ഫുഡ് പോയി മേടിച്ചുകൊണ്ട് വരണം. ഇതേ ഗൈസ് ഇതാണ് അവരുടെ ഫാമിലി. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതേ ഗൈസ് പള്ളി. അപ്പോൾ ഇതേ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞെത്തി. ഇനി ഇപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി രാത്രിയിലാണ് പെരുന്നാൾ. അപ്പം നമുക്കിനി രാത്രി കാണാം.
ഇതൊക്കെയാണ് ഗൈസ് ഞാൻ പെരുന്നാളിന് പോയിട്ട് മേടിച്ച സാധനങ്ങൾ. ഇത് കണ്ടോ ഗൈസ്, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്പ് വാങ്ങിയതാണ്. അമ്മയ്ക്ക് കൊടുക്കാൻ മേടിച്ചതാ, ബട്ട് 2 മേടിച്ചു. അതിൽ ഒരെണ്ണത്തിൽ ഫുള്ള് തുരുമ്പാണ് ഗൈസ്, ഫുൾ തുരുമ്പ. മറ്റേതിലും ചെറുതായിട്ടുണ്ട്, ബട്ട് ഇതിൽ ഫുൾ തുരുമ്പ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സാധനം മേടിക്കുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. ഇതാണ് ഗൈസ് നേർച്ച ഭക്ഷണം, കള്ളപ്പവും ബീഫ് കറിയും. അങ്ങനെ ഞാൻ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ടി വി വെച്ചപ്പോൾ ടി വിക്കകത്ത് ARM ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ വിചാരിച്ചു എന്നാൽ ARM കാണാമെന്ന്. ഞാൻ ഓൾറെഡി ഒന്ന് കണ്ടതാ, നിങ്ങൾക്കറിയാലോ, ബട്ട് എന്നാലും ഒന്നുകൂടി കാണാമെന്ന് കരുതി. അപ്പോൾ ഞാനിത് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്ക് തിരിച്ച് ഹോസ്റ്റലിൽ പോകാനുള്ള സമയമായി. 3:45 ബസ്. ഞാനൊരു 2:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ തിരുവമ്പാടിയിൽ നിന്ന് ബസ് കയറുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ തിരുവമ്പാടി എത്തി. ഞാൻ ബസ്സിൽ കയറി. എനിക്ക് സൈഡ് സീറ്റ് കിട്ടി ഗൈസ്. അധികം ആൾക്കാരില്ല. ഇവിടെ നിന്നാണ് ബസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കയറുമ്പോൾ അധികം തിരക്കുണ്ടാവില്ല. അപ്പോൾ സൈഡ് സീറ്റൊക്കെ കിട്ടും. സൈഡ് സീറ്റ് കിട്ടി. ഇപ്പോൾ ബസ് എടുത്തു. അപ്പോൾ ഞാൻ തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ആ ബസ് ഇറങ്ങി അടുത്ത ബസ് കയറിയിരിക്കുകയാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ഞങ്ങളിപ്പോൾ ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിലെത്തി. ഇത് കണ്ടു ഗൈസ്, ഇതാണ് ഇവിടുത്തെ പിണ്ടി പെരുന്നാൾ ആഘോഷം. നിങ്ങളുടെ അവിടെ ഈ ആഘോഷം ഉണ്ടോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്, കാരണം എൻ്റെ അവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഇത് ഞങ്ങൾ അവിടുത്തെ ബേക്കറിയിൽ നിന്ന് മേടിച്ചതാണ് ഗൈസ്. കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതും തിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമുക്കിന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി ക്ലാസ് കൂടിയിട്ട് വരാം. ടാ, അങ്ങനെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ് ഗൈസ്. സോ ഫാസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് ഗൈസ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിണ്ടിയയിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ ഇത് ഊരണം. അത് നമുക്ക് നാളെ രാവിലെ പോയി വരാം. ഇപ്പം നമുക്കൊന്ന് പാടത്ത് പോയിട്ട് വരാം. ഇത് കണ്ടോ ഗൈസ്, 2 ക്യൂട്ട് ബേബീസ്. നിങ്ങൾക്ക് ആർക്കൊക്കെ പൂച്ച ഇഷ്ടമാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ പൂച്ച ഇഷ്ടമുള്ളവരെല്ലാം ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പാടം. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇവിടെ ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ട് ക്യാമറ കാണുന്നില്ല.
അങ്ങനെ പാടത്തൊക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആൻറ്റി പറഞ്ഞു അവിടെ കുറച്ച് കമ്പിത്തിരി ഇരിപ്പുണ്ട്, എന്നാൽ നമുക്കത് കത്തിക്കാമെന്ന്. അപ്പം ഞങ്ങളെല്ലാം അത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ പിണ്ടി. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ കാണാൻ? ബട്ട് ഇതിന് നാളെ രാവിലെ വരെ അയച്ചുള്ളൂ. നമുക്ക് നാളെ രാവിലെ ഇത് ഊരണം. ഇത് ഞങ്ങളെടുത്ത ഫോട്ടോയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. കുറച്ചധികം ലെങ്ത് കൂടിപ്പോയല്ലേ? സാരമില്ല, നിങ്ങൾ പയ്യെ സാവകാശ സമയം എടുത്തിരുന്ന് കണ്ട് തീർത്താൽ മതി, തിരക്കൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.